ത്തിന്റെ നാളത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആനന്ദ് എല്ലാ വിഷമം കൂടി ആനന്ദ് ബാലനോട് പറയും, എനിക്കിങ്ങൊരു വിവാഹം വേണ്ട, ദൈവത്തെ ഓർത്ത് എനിക്കിങ്ങൊരു വിവാഹത്തെ കുറിച്ച് നിങ്ങൾ ആരും അന്വേഷിക്കേണ്ട, എന്റെ പേരും പറഞ്ഞ് ഇവിടെ ഒരു വഴക്കും പാടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആനന്ദിന്റെ ആ കടുത്ത തീരുമാനം അങ്ങനെ ആനന്ദ് ഓഫീസിലേക്കൊക്കെ പോകും. അപ്പൊ ബാലന് വല്ലാത്ത വിഷമാവുന്നുണ്ട്. ആനന്ദിന് നിരാശയാണ്. ആനന്ദിന് വിവാഹം വേണ്ടാന്ന് തന്നെ തീരുമാനിക്കുമെന്നൊക്കെ ഉള്ളൊരു പേടി എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ ആകാശും മീനാക്ഷിയുടെയും പ്രശ്നം രൂക്ഷമാവുകയാണ് ചെയ്യുന്നത്. അതേസമയം തന്നെ നമ്മുടെ മീനാക്ഷി അടുക്കളയിലേക്ക് കയറുകയും അടുക്കളയിൽ ചെന്നിട്ട് ബിസ്ക്കറ്റ് എടുത്ത് തിന്നണ്. മീനാക്ഷിക്ക് ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ വിഷമം മാറും, അതായത് എന്തെങ്കിലും കഴിച്ചാൽ മതി, ടെൻഷൻ വരുമ്പോൾ ആ കല്യാണത്തിന്റെ അന്ന് തന്നെ നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ്. അങ്ങനെ കോമതി വന്ന് നിൽക്കുമ്പോൾ എന്താ മോളെ പ്രശ്നം, എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ ബിസ്ക്കറ്റ് കാണിക്കുകയും ചെയ്യുന്നത്. കോമതി ആണെങ്കിൽ ആ ബിസ്ക്കറ്റ് മേടിച്ച് അന്തം വിട്ട് നിൽക്കണ്. അപ്പൊ ആ സമയത്ത് പറയുന്നുണ്ട്, അമ്മ ഞാനൊരു തെറ്റും ചെയ്തില്ല, ആനന്ദേട്ടന് സത്യം മനസ്സിലായി. പക്ഷെ ആകാശം എന്നെ മനസ്സിലാക്കുന്നില്ല. വീണ ചേച്ചിക്കും ഇതിലെന്താ സംഭവിച്ചെന്ന് അറിയില്ല. ഫോൺ വന്നതിന് ശേഷമൊന്നും ഞാൻ പറഞ്ഞില്ലേ, ആരോ നമ്മളെ പറ്റി എന്തോ പറഞ്ഞു കൊടുത്തിട്ട് വിവാഹം മുടങ്ങിയിട്ടുള്ളതാണ്. വീണ ചേച്ചിയുടെ അടുത്ത് ചെന്നാൽ അറിയുള്ളൂ. വീണ ചേച്ചിയുടെ അടുത്ത് ചെന്ന് എന്നോട് വഴക്കുണ്ടാക്കാനൊക്കെ പറയുന്നത് ആകാശ്, അതുകൊണ്ടാണ് ഞാൻ ആകാശിനോട് വഴക്കിട്ട് കയറ്റി വന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഗോമതി പറയുന്നുണ്ട്, അച്ഛൻ ഇപ്പം തന്നെ കൂടെ നിങ്ങളുടെ കാര്യം പറഞ്ഞോളൂ, നിങ്ങൾ രണ്ടുപേരും സ്നേഹിച്ച് വിവാഹം കഴിച്ചാണ് നിങ്ങൾ നല്ല സന്തോഷത്തോടെ കഴിയുന്നത് കണ്ടിട്ട് അച്ഛനൊരു സമാധാനമൊക്കെ ആയി വന്നാണ്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അമ്മയും മോളും കൂടെ ഹാളിൽ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ചിരിച്ചും കളിച്ചൊക്കെ തമാശയൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്തായിരിക്കും മറ്റേ മുറിയിൽ നിന്ന് വഴക്ക് കേൾക്കുന്നത്. അത് നമ്മുടെ മിത്രയുടെയും ആര്യൻ്റെയാണ്. ആ സമയത്ത് മിത്ര ഗോമതി ഇനി അടുത്ത് തുടങ്ങിയോന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുമ്പോൾ അവർ വിളിച്ച് പറയുന്ന ഓരോ കാര്യങ്ങൾ, ഗുരുവായൂർക്ക് എന്തിനാ വന്നത്, ഗുരുവായൂർ വെച്ച് എൻ്റെ ജീവിതം അവസാനിപ്പിച്ചാൽ നിനക്ക് എന്താ കുഴപ്പം, എൻ്റെ ജീവിതത്തിലേക്ക് അപ്പച്ചിയും നീയും വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോയാലും നിങ്ങൾ എന്തിനാ അത് അന്വേഷിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ട് മിത്രയുടെ വായിൽ നിന്ന് വീഴുന്നത്. അപ്പൊ ഗോമതിയോട് മീനാക്ഷി പറയുന്നതുണ്ട്, അമ്മേ ഇനി കേട്ടു നിന്നാൽ ശരിയാവില്ല, അമ്മ എത്രയും പെട്ടെന്ന് അവരെ വഴക്ക് തീർക്കാൻ പോകണം. കാരണം ഇനി അവർ വിളിച്ച് പറയുന്ന കാര്യങ്ങൾ ഗുരുവായൂർ സംഭവിച്ച കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് ഞാനും അമ്മയും ഒളിച്ചു വെച്ച സത്യങ്ങളൊക്കെ വിളിച്ചു പറയും പരസ്പരം. ഒരു ബോധമില്ലാണ്ടാണ് അവർ സംസാരിക്കുന്നത്. അത് മറ്റുള്ളവർ കേട്ട ആകെ കുഴപ്പമാവും എന്ന് പറഞ്ഞപ്പോൾ ഗോമതിക്ക് പേടിയായി. അങ്ങനെ ഗോമതി ചെന്ന് വാതിൽമ മുട്ടും. വാതിൽമ മുട്ടുമ്പോൾ മിത്രന് വാതിൽ തുറക്കണത്. മിത്ര വാതിൽ തുറന്നു കഴിക്കും, ഗോമതിനെ വലിച്ചകത്താക്കി വാലടയ്ക്കും. മീനാക്ഷി പുറത്ത് തന്നെ ആയിരിക്കും. എന്നിട്ട് ചോദിക്കും, എന്തിനാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു വിവാഹം നടത്തി തന്നത്, എനിക്കിതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ, ഞാൻ എൻ്റെ വഴിക്ക് പോയേനില്ലേ, ഇക്കണ്ട കാലമായില്ലേ, അപ്പം നിന്നെ അങ്ങനെ വിടാൻ പറ്റുമായിരുന്നില്ലല്ലോ, നീ എൻ്റെ ആങ്ങളരെ മോളായല്ലേ നോക്കി. ഇതിന് മുന്നേ ഇക്കണ്ട വർഷം ജനിച്ച അന്നോടങ്ങി ഞാൻ അപ്പച്ചിനെ കാണുന്നതാണ്. അപ്പച്ചി എന്നോട് മിണ്ടിയിട്ടില്ല, ഞാൻ അപ്പച്ചിയോട് മിണ്ടിയിട്ടില്ല, പിന്നെ ഇപ്പം എന്തുകൊണ്ട് എൻ്റെ പ്രശ്നത്തിൽ നിങ്ങൾ ഇടപെട്ടത്, ഇതൊരു ജീവിതമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് മിത്ര അങ്ങനെ പൊട്ടി തെറിക്കുന്നു ചെയ്യുന്നത്. എല്ലാ ദിവസവും ഇങ്ങനെ കൊല്ലാക്കൊല്ലം, നീ മരണത്തിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തിയതല്ലേടി, നീ മരിക്കാണ്ട് ജീവിച്ച് കാണാനല്ലേ എന്നൊക്കെ ഗോമതി പറയും ഇതിനേക്കാളും അത് മരിക്കുന്നതായിരുന്നു. എല്ലാ ദിവസവും ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒറ്റയടിക്ക് മരിക്കുന്നതല്ലായിരുന്നു അപ്പച്ചി, ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, എന്നോട് ഈ ചതി ചെയ്യരുതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഗോമതിനോട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നു മിത്ര. ഇതൊക്കെ കേട്ട് ഇങ്ങനെ ആര്യനൊന്നും മിണ്ടാണ്ടിരിക്കണ്. ആ സമയത്ത് ഗോമതിക്കും പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുന്നുണ്ടാവും. ഗോമതി പറയാതെ നിങ്ങളെ വഴക്ക് നിങ്ങൾ തന്നെ തീർത്താൽ മതി, ഞാൻ തീർക്കണില്ല എന്ന് പറഞ്ഞ് ഗോമതി പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ആര്യം പറയും, അമ്മ അങ്ങനെ രക്ഷപ്പെടാനും വേണ്ട, അമ്മ അല്ല ഇതിൻ്റെ ആള്, അമ്മ വഴക്ക് തീർത്തിട്ട് പോയാൽ മതി എന്നൊക്കെ പറയും. അങ്ങനെ ആര്യൻ്റെ കാല് പിടിക്കും ഗോമതി. ദൈവത്തെ ഓർത്ത് ചേട്ടൻ്റെ പ്രശ്നം തന്നെ ഇപ്പം ആകാശും മീനാക്ഷിയും തമ്മിലുള്ള വഴക്കിന് അച്ഛൻ വിഷമിച്ചിരിക്കുന്നു. ആനന്ദിൻ്റെ കാര്യം ഒന്നും ആവാത്തതിലുള്ള വിഷമം, നിങ്ങൾ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇതൊന്നും നിങ്ങൾ ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞപ്പോൾ ആര്യനും മിത്രയും ഒന്നും സമാധാനമാവുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം രാവിലെ ബാലൻ ആനന്ദും എല്ലാവരും കൂടെ ഇരിക്കുന്ന സമയത്ത് ആനന്ദിൻ്റെ കല്യാണക്കാര്യം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ആനന്ദ് നിർബന്ധമായിട്ട് പറയുന്നുണ്ട്, വേണ്ട എനിക്ക് ഇനി ഇങ്ങനെ ഒരു ബന്ധം വേണ്ട അച്ഛാ, ഇപ്പം ഒന്നും വേണ്ട, ഇപ്പം എനിക്ക് എൻ്റെ അനിയനും അനിയത്തിമാരും എല്ലാവരും നല്ല സന്തോഷത്തോടെ കാണാനാണ് എനിക്ക് ആഗ്രഹം. എൻ്റെ പേരിൽ ഇവരിവിടെ വഴക്ക് കൂടുമ്പോൾ ഞാൻ എന്തോരം ടെൻഷൻ വിഷമം അനുഭവിക്കുന്നുണ്ടെന്ന് അച്ഛന് മനസ്സിലാവോ, വിവാഹം കഴിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകണമെന്നൊക്കെ പറയും. ഞാൻ വിവാഹം കഴിക്കുന്നില്ല എന്നൊക്കെ തീർത്ത് പറയും. അപ്പം ആ സമയത്ത് ബാലന് പെട്ടെന്ന് ദേഷ്യം വരും. അങ്ങനെ ബാലൻ പറയും, നീ വിവാഹം വേണ്ട എന്ന് പറയാൻ പറ്റില്ല, നിന്റെ വിവാഹം ഞാൻ നടത്തും, 50 ദിവസത്തിനുള്ളിൽ നിന്റെ വിവാഹം ഞാൻ നടത്തും എന്ന് പറയും. ഈ 50 ദിവസത്തിനുള്ളിൽ ഞാൻ നിന്റെ വിവാഹം നടത്താൻ എനിക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ശപഥം ചെയ്യണമെന്നാണ് നമ്മുടെ ബാലൻ പറയുന്നത്. അപ്പം എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കണം, ബാലൻ എന്ത് ശപഥമാണ് ചെയ്യാൻ പോണേന്ന്. ഇന്ന് തുടങ്ങി 50 ദിവസം വരെ നിന്റെ വിവാഹത്തിനുള്ളിൽ നീ മറ്റൊരു പെൺകുട്ടീനെ നിനക്ക് കണ്ടുപിടിച്ച് ഞാൻ തരുന്നത് വരെ ഞാൻ ഇനി കാലിൽ ചെരുപ്പ് ധരിക്കില്ല എന്നാണ് ബാലൻ പറയുന്നത്.
അത് കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടുന്നുണ്ട്. മീനാക്ഷി ചിരിക്കുന്നുണ്ട് കേട്ടോ. കാരണം നിസ്സാര ഒരു കാര്യത്തിനാണ് ഇത്രയും വലിയ ശബ്ദം എന്നാലോചിച്ചിട്ട്. മീനാക്ഷി ചിരിക്കുന്നത് ആകാശ് കാണുന്നുണ്ട്. അപ്പോൾ ആകാശിന് അതും ദേഷ്യം വന്നിട്ടിരിക്കുന്നു. എല്ലാം കൂടെ മീനാക്ഷിയോട് ദേഷ്യം വന്നിരിക്കുക. അപ്പോൾ ആരും ചോദിക്കുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു ശബ്ദം ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇനിയിപ്പോൾ അടുത്ത മാസം തുടങ്ങി ചൂട് കാലമാണ് വരാൻ പോണത്. മഴയൊക്കെ മാറി. അപ്പോൾ പിന്നെ കാല് പൊള്ളും, പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. അനുവും പറയുന്നുണ്ട്, അച്ഛൻ എന്ത് മണ്ടത്തരാണ് അച്ഛൻ ഈ പറയുന്നത്? ചേട്ടൻ്റെ വിവാഹവും അച്ഛൻ ചെരുപ്പിടാത്തതും തമ്മിൽ എന്ത് ബന്ധം എന്നൊക്കെ ചോദിച്ചപ്പോൾ അപ്പോൾ ഗോമതിയോട് പറയും, ഗോമതി അവനോട് മിണ്ടാണ്ടിരുന്നോളാൻ പറഞ്ഞ വായടച്ച്, ഇതെൻ്റെ തീരുമാനമാണ്, എൻ്റെ ശബ്ദമാണ്, ഇത് ഞാൻ നടത്തിയിരിക്കും തന്നെ ബാലൻ തീർത്ത് പറയുന്നു. അപ്പോൾ അരിനും ദേഷ്യം വരുന്നുണ്ട്. ഇത് ആ കാല് പൊള്ളി നടക്കുമ്പോൾ പഠിച്ചോളും. ചേട്ടൻ്റെ കല്യാണവും അനു പറഞ്ഞ പോലെ ചേട്ടൻ്റെ കല്യാണവും ചെരുപ്പിടലും തമ്മിൽ എന്ത് ബന്ധം? അത് 2 ദിവസം നടക്കുമ്പോൾ ശരിയായിക്കോളുന്ന് ആര്യം പറയും. ഗോമതിയും ആകാശവും ആനന്ദമൊക്കെ ആകെ വിഷമിച്ചിരിക്കും. ഗോമതി പറയുന്നുണ്ട്, കല്യാണം നമുക്ക് എവിടുന്നെങ്കിലും കണ്ടുപിടിച്ച് കല്യാണം നടത്താം. പക്ഷേ ബാലേട്ടൻ ചെരുപ്പ് ഇടാണ്ടിരുന്ന ലോകം മുഴുവൻ നടക്കണ്ടല്ലേ ഈ കാര്യം, കടര കാര്യവും പറഞ്ഞ് ഏതെല്ലാം സ്ഥലങ്ങളിലേക്ക് ബാലേട്ടൻ പോകണമാണ്, അവിടേക്കൊക്കെ ചെരുപ്പിടാണ്ട് പോകണമെന്ന് ചോദിച്ചപ്പോൾ ബാലൻ പറയുന്നത്, അത് എല്ലായിടത്തേക്കും ഞാൻ ചെരുപ്പിടാണ്ട് പോകുള്ളൂ. ഞാൻ എൻ്റെ മോനൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് അവൻ്റെ വിവാഹം നടത്തുന്നത് വരെയും എനിക്ക് ഇതെൻ്റെ ശപഥം ഞാൻ നിലനിർത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ബാലൻ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോകണം. ബാലൻ്റെ പിന്നാലെ മക്കളെല്ലാവരും ഇറങ്ങി ഓടുന്നുണ്ട്. മീനാക്ഷി പോയില്ല, ബാക്കി എല്ലാവരും. ഇത്രയ്ക്കും അത് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമാകുന്നുണ്ട്. അതിനുശേഷം ബാലൻ സ്കൂട്ടി വീല് കയറി ഇരുന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റണില്ല. പൊള്ളിയിട്ട് കാല് ചെരുപ്പില്ലാണ്ട് പടി ഇറങ്ങുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട് നാളത്തെ പ്രമോയിൽ. അതിനുശേഷം വണ്ടിയിൽ ഇരുന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോലും പറ്റണില്ല. ആ ഭാഗം ഇങ്ങനെ ചൂടായിട്ടിരിക്കുകയായിരിക്കുള്ളൂ. കാലിങ്ങനെ ഇങ്ങനെ കുടഞ്ഞ് ബാലൻ ദേഷ്യം വന്നിട്ടായാലും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ബാലൻ പോകുന്നത് നോക്കി കഴിഞ്ഞിട്ട് എല്ലാവരും വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് അച്ഛമ്മയും എന്തൊക്കെയോ പ്രശ്നം നടക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ ധർമ്മമാമനാണെങ്കിലും ബാലനെ തിരുത്താൻ നോക്കിയിട്ട് അതും നടന്നില്ല. അങ്ങനെ ധർമ്മനെ ഷൂന്ന് വിളിച്ചു കഴിഞ്ഞിട്ട് അച്ഛമ്മ അപ്പുറത്തേക്ക് വരത്തിക്കുന്നുണ്ട് എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.